നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ട്രാൻസ്ലേഷൻ വീഡിയോ ആണ്. ഈ ഹിന്ദി വീഡിയോസ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി എന്താണ് എന്ന് പല ആളുകളും കഴിഞ്ഞ ദിവസം ചോദിക്കുകയുണ്ടായി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദ്ദേശമാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് ആധാരമാക്കി എൻ്റെതായിട്ടുള്ള ഒരു വേർഷൻ പ്രസന്റ് ചെയ്യാം. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വലിയ റിസർച്ചോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എന്നെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടത്തില്ല. നമുക്കൊരു റിസർച്ച് ടീമില്ല, ഞാൻ ഒറ്റയ്ക്ക് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ദേശ് ഭക്തിന്റെ ചാനൽ എടുത്ത് നോക്കിയാലും, ധ്രുവിന്റെ ചാനൽ എടുത്ത് നോക്കിയാലും, മോഹിത്തിന്റെ ചാനൽ എടുത്ത് നോക്കിയാലും എല്ലാവരുടെയും പിന്നിൽ വലിയൊരു റിസർച്ച് ടീമുണ്ട്. എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഒരു കാര്യം, അവർ ചെയ്തത് അടിച്ചു മാറ്റി പറയുന്നതിനേക്കാൾ മാന്യത അവരുടെ വേർഷൻ തന്നെ നമ്മൾ മലയാളത്തിലേക്ക് പ്രസന്റ് ചെയ്യുകയാണ്. അതാണ് അതിന്റെ ഏറ്റവും നല്ലൊരു രീതി. അതേപോലെ തന്നെ പിന്നീടുള്ള ഒരു സംഭവം, നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പ്രസന്റേഷൻ നടത്തുന്നത്. ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് പറയുമ്പോഴത്തേന് അതിന്റെ ബാധ്യത ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ധ്രുവിനെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട്, ഓം ബിർളയുടെ മകൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ. ഇപ്പോൾ ഞാൻ ധ്രുവിന്റെ വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ധ്രുവ് പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേന് പൊതുവെ എന്റെ ഭാഗം സേഫ് ആണ്. നമ്മൾ ഒറ്റയ്ക്കിടെ അപ്പം വലിയ സീൻ എടുത്ത് തല വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കുറേയധികം കാരണങ്ങൾ കൊണ്ടാണ് ഇത്തിരി കഷ്ടപ്പാടാണ് എന്നുണ്ടെങ്കിലും ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇവരുടെ വീഡിയോസിനെ ഇങ്ങനെ മുഴുവനായിട്ട് കേട്ടിട്ട് എൻ്റെ ഒരു വേർഷൻ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. ട്രാൻസ്ലേഷൻ ഭയങ്കര ടഫ് പരിപാടിയാണ്. കാരണം അവർ പറഞ്ഞ ഈച്ച് ആൻഡ് എവറി സെന്റൻസസ് മലയാളത്തിലേക്ക് മാറ്റണം. മലയാളത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ഇപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ അവരവരുടെ ഭാഷയിൽ പ്രകടിപ്പിക്കുന്ന വൈകാരികമായിട്ടുള്ള തലമായിരിക്കില്ല ഇവിടേക്ക് വരുമ്പോഴത്തേനും. അപ്പോൾ അതടക്കം മാറ്റേണ്ടതുണ്ട്. അതാണ് ഇതിന്റെ ആ ഒരു ട്രാൻസ്ലേഷന്റെ പിന്നിലുള്ള ചില ഉദ്ദേശശുദ്ധികൾ. ആകാശ് ബാനർജിയുടെ ചാനലിൽ, ദേശഭക്തി ചാനലിൽ UPSCയുമായി ബന്ധപ്പെട്ട ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പൂജ കേത്കർ എന്ന് പറയുന്ന ഒരു IAS അദ്ദേഹത്തിന്റെ പ്രൊബേഷൻ പീരീഡിൽ തന്നെ അനാവശ്യമായിട്ടുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അധികാര ദുർവിനിയോഗം നടത്തുകയൊക്കെ ചെയ്തതിനെ കുറിച്ചിട്ട് വാർത്തകൾ നിങ്ങൾ കേട്ടിരുന്നു. എന്നാൽ മലയാളം ചാനലുകളിൽ വലിയ കാര്യമായിട്ടുള്ള വാർത്തകൾ ഉണ്ടായില്ല. അതൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് മസാല മിക്സ് ചെയ്യാം എന്ന് വിചാരിച്ച് മറുനാടൻ മദാലസ അല്ലെങ്കിൽ മാതകറാണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമ്പനയിൽ ഈ IAS കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റ് ചാനലുകളൊന്നും വലിയ കാര്യമായിട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ടില്ല. മേ ബി അവർക്കും ആ ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പരിമിതികൾ ഉള്ളതുകൊണ്ടായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ വാർത്തകളുടെ സോഴ്സുകൾ അവർക്കും ഇതുപോലെ പുറത്തേക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ടായിരിക്കാം. പണം സമ്പാദിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല, പക്ഷെ നേരായ മാർഗത്തിലൂടെ ആയിരിക്കണമെന്നേ ഉള്ളൂ. നമ്മളെ പോലെ സാധാരണക്കാരായ ആളുകൾ പണം സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിലവിലുള്ള സമ്പത്തിനെയും കുടുംബത്തെയും സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള നല്ലൊരു ടേം പ്ലാൻ എടുത്തു വെക്കേണ്ടതുണ്ട്. മാക്സ് ലൈഫ് ഇവിടെ അവതരിപ്പിക്കുകയാണ് 85 വയസ്സ് വരെ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ സുരക്ഷ കിട്ടുന്ന ടേം പ്ലാനുകൾ. അതും 586 രൂപ മന്ത്ലി പ്രീമിയത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടേം പ്ലാനുകൾ. മറ്റ് ടേം പ്ലാനുകളിൽ നിന്ന് വ്യത്യസ്തമായി പോളിസി കാലയളവിന് ശേഷം 2.6 ലക്ഷം വരെ എക്സിറ്റ് വാല്യൂ ആയി ലഭിക്കുന്ന പ്ലാനുകൾ മാക്സ് ലൈഫിന്റെ പ്രത്യേകതയാണ്. 99.65% ക്ലെയിം പെയ്ഡ് റേഷ്യോ ഉള്ള 64 ക്രിട്ടിക്കൽ ഇൽനെസ്സുകളെ കവർ ചെയ്യുന്ന മാക്സ് ലൈഫിന്റെ ടേം പ്ലാനുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് ഉപയോഗിക്കുക. അതേപോലെ ടേം പ്ലാൻ ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് ടാക്സ് ബെനിഫിറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. 80C അടിസ്ഥാനത്തിൽ, 1010D അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റുകളും ലഭ്യമാണ്. അതുകൊണ്ട് ഈ ഒരു അവസരം ഉപയോഗിക്കുക. ഏതായാലും ദേശഭക്തിന്റെ ചാനലിലെ ആ ഒരു വീഡിയോയുടെ മലയാളം ട്രാൻസ്ലേഷനിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രവേശന പരീക്ഷകളും തട്ടിപ്പുകളായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഒരു വശത്ത് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് കുട്ടികൾ സമരം ചെയ്യുന്നു, നീറ്റ് ആവശ്യപ്പെടുന്ന ആളുകളുണ്ട്. വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. സർക്കാർ വിശദീകരണം നൽകേണ്ടതുണ്ട്. അതേസമയം ലോകത്തിലെ ഏറ്റവും പ്രയാസമേറിയ പരീക്ഷ ചോദ്യം ചെയ്യപ്പെടുന്നു. UPSCക്ക് എതിരെയും ചോദ്യങ്ങൾ ഉയരുകയാണ്. UPSC പരീക്ഷകൾ സുതാര്യമാണോ? IAS റിക്രൂട്ട്മെന്റ് ശരിയായ രീതിയിലാണോ, അതോ കൃത്രിമം കാണിക്കുകയാണോ? ഈ ചോദ്യം കൂടുതൽ ഗൗരവമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പൂജ കേത്കർ എന്ന IAS പ്രൊബേഷണറി ഓഫീസർ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ പൂജയുടെ ഭൂതകാലവും വർത്തമാനവും എല്ലാം പരിശോധിക്കപ്പെടുകയാണ്. പലതും പുറത്തേക്ക് വരികയാണ്. UPSCയിലും IAS ഉദ്യോഗസ്ഥരിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി തകരാൻ വരെ സാധ്യതയുള്ള ഒരു സംഭവമാണിത്. ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് പൂജ വാർത്തയായത് എന്നതിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. എന്തുകൊണ്ടാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധ പൂജയിലേക്ക് പോകുന്നത്? അതിനുശേഷം നമ്മൾ UPSC സെലക്ഷൻ പ്രോസസ്, സ്വജനപക്ഷപാതം, ആക്ഷൻ പോയിന്റുകൾ എന്നിവയെ കുറിച്ചിട്ട് സംസാരിക്കും. പൂജ കേത്കർ പ്രൊബേഷണറി ഓഫീസറായി ജോയിൻ ചെയ്യുമ്പോൾ മുതൽ തന്നെ അധികാര ദുർവിനിയോഗം ആരംഭിച്ചിരുന്നു. അദ്ദേഹം തന്റെ സ്വകാര്യ ഓഡി കാറിലാണ് ഓഫീസിലേക്ക് എത്തുന്നത്. അതേപോലെ അതിൽ VIP ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു ഫാൻസി നമ്പറും ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു നമ്പർ പ്രത്യക്ഷത്തിൽ ഒരു കരാറുകാരനാണ് നൽകിയത് എന്ന് അറിയാൻ കഴിഞ്ഞു. ഒരു സ്വകാര്യ കരാറുകാരനിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നതിൽ നിന്ന് സർക്കാർ സേവന നിയമം ഉദ്യോഗസ്ഥരെ വ്യക്തമായി വിലക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സ്വകാര്യ സേവനങ്ങൾ സർക്കാർ ജോലിയിൽ ഉപയോഗിക്കുന്നത്, അത് നമ്പർ പ്ലേറ്റ് ആയാലും വാഹനമായാലും
പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്. എന്നാൽ പൂജ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ നിയന്ത്രണങ്ങളൊക്കെ മറികടന്നു. പ്രൊബേഷണറി ഓഫീസർ ആയിരുന്നിട്ട് പോലും അവർ തന്റെ ആഡംബര കാറിൽ ഒരു ബീക്കൺ ലൈറ്റ് പോലും ഫിറ്റ് ചെയ്തു. ശരിയാണ്, IAS ഓഫീസറാണ്, ആനുകൂല്യം കിട്ടണം, ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പ്രയോജനമല്ലേ? വെറും ഒരു ലൈറ്റിന്റെയോ നമ്പർ പ്ലേറ്റിന്റെയോ കാര്യമാണെങ്കിൽ അത്ര കുഴപ്പമില്ലായിരുന്നു. അതൊക്കെ ഇവിടെ സർവ്വസാധാരണമായിട്ടുള്ള നിയമലംഘനങ്ങളാണല്ലോ. എന്നാൽ ഇവിടെ പ്രൊബേഷണറി IAS ഉദ്യോഗസ്ഥയായ പൂജ അഡീഷണൽ ജില്ലാ കളക്ടറായ അജയുടെ ചേംബർ പിടിച്ചെടുക്കുകയും ചെയ്തു. താനൊരു IAS ഓഫീസർ ആണെന്നും ചേംബർ തന്റേതാണെന്നും പൂജ പറഞ്ഞു. തനിക്ക് ഉടനെ പ്യൂൺ സ്റ്റാഫിനെ ഏർപ്പാടാക്കാനും ഉത്തരവിട്ടു. ശരിയാണ്, സ്വന്തമായി പ്യൂൺ സ്റ്റാഫ് ഇല്ലെങ്കിൽ IAS ആയതുകൊണ്ട് എന്ത് പ്രയോജനമല്ലേ? ഇതോടൊപ്പം ലെറ്റർ ഹെഡ്, വിസിറ്റിംഗ് കാർഡ്, പേപ്പർ വെയിറ്റ്, നെയിം പ്ലേറ്റ്, റോയൽ സീൽ, ഇന്റർകോം തുടങ്ങിയവ വാങ്ങിയെടുത്തു. അച്ഛൻ സീനിയർ റിട്ടയർഡ് ഓഫീസർ ആയതിനാൽ ആരും ഒന്നും പറഞ്ഞില്ല. ആവശ്യങ്ങൾ നിറവേറ്റാൻ അദ്ദേഹം ജില്ലാ കളക്ടറേറ്റ് ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തി. ഇതേ തുടർന്നാണ് പൂജയ്ക്കെതിരെ പരാതി ഉയർന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണ് പരാതി പോയത്. സർക്കാർ ഇവരെ പൂനെയിൽ നിന്ന് വാഷിമിലേക്ക് സ്ഥലം മാറ്റി. ഈ ഒരു ഘട്ടത്തിൽ ഒരു ചോദ്യം: ചട്ടങ്ങൾ അനുസരിച്ച് ഒരു പ്രൊബേഷണറി ഓഫീസർക്ക് സ്വന്തം ജില്ലയിലും പരിസരത്തും പോസ്റ്റിംഗ് നൽകാറില്ല. എന്നാൽ ഇവിടെയും ചട്ടങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. അട്ടിമറിയുടെ വ്യാപ്തി വളരെ കൂടുതലാണ്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ PMO ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ IAS ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥലമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാനം റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറിയുടെ ക്യാബിനിൽ അനുമതിയില്ലാതെ പൂജ കേത്കർ കയറി എന്ന മറ്റൊരു വാർത്തയും ഉണ്ടായിരുന്നു. കഥ തുടങ്ങി 2-3 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ കേൾവിക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് എത്രയാണ്, അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഇൻഫ്ലുവൻസ് എത്രയാണ്. നമ്മൾ ഇതുവരെ കണ്ടത് ഒരു ട്രെയിലർ മാത്രമാണ്. കേത്കറുടെ നടപടികൾ IASലെ വൻ അഴിമതി പുറത്തു കൊണ്ടുവന്നേക്കും. ഇതൊരു ഒറ്റപ്പെട്ട കേസാണോ അതോ സ്ഥിര രീതിയായി മാറിയോ എന്നുള്ളത് സർക്കാർ അന്വേഷിക്കേണ്ടതുണ്ട്. മാധ്യമ റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ രാജ്യത്തെ സേവിക്കാൻ കേത്കർ IAS ഓഫീസർ ആകണമെന്നില്ല. അവർക്ക് ആളുകളെ സഹായിക്കാൻ അവരുടെ സ്വന്തം പണമുണ്ട്. എന്നാൽ പലരും IAS ഓഫീസർ സംവിധാനത്തിൽ ചേരുന്നത് സ്വന്തം നേട്ടത്തിനും ബാങ്ക് ബാലൻസ് ലാഭത്തിനും വേണ്ടിയാണ് എന്നത് സത്യമാണ്. മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗേത്കറിന് 110 ഏക്കർ കൃഷിഭൂമി, 6 ഹൗസ് പ്ലോട്ടുകൾ, ഫ്ളാറ്റ്, 1 കിലോയിലധികം സ്വർണം, 17 ലക്ഷത്തിലധികം വില വരുന്ന ആഡംബര വാച്ചുകൾ, ബീക്കൺ ലൈറ്റ് വെച്ച ഓടി ഉൾപ്പെടെ 4 ആഡംബര കാറുകൾ എന്നിവയുണ്ട്. കൂടാതെ സ്വകാര്യ കമ്പനികളിൽ പങ്കാളിത്തവുമുണ്ട്. വ്യക്തിഗത ആസ്തി 17 മുതൽ 20 കോടി വരെയാണ്. ഒരൊറ്റ ചോദ്യം ചോദിക്കാം: മഹാരാഷ്ട്രയിലെ IAS ഡോക്ടർ പൂജ കേത്കർ IASലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചോ? IASൽ പ്രവേശനം നേടുന്നതിനായി കേത്കർ വൈകല്യത്തിന്റെയും പിന്നോക്ക വിഭാഗ OBC സർട്ടിഫിക്കറ്റുകളും നൽകിയത് ഇപ്പോൾ സംശയത്തിന്റെ പരിധിയിലാണ്. ചില ആളുകൾക്ക് ഇതൊരു സംവിധാനമായി മാറിയോ എന്നത് അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം ഈ റൂട്ട് ഉപയോഗിച്ച് കൂടുതൽ പേർ ഇതുപോലെ IASകാരായി മാറിയിരിക്കാം. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സമർപ്പിച്ച രേഖകൾ നോക്കിയാൽ കേത്കർ OBCക്കും കാഴ്ച വൈകല്യമുള്ളവർക്കുമുള്ള ആനുകൂല്യം പറ്റിയിട്ടുണ്ട്. കൂടാതെ അവർ UPSCക്ക് മാനസിക രോഗവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. അവർ നൽകിയ സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം വെല്ലുവിളികളെ ഫേസ് ചെയ്തിട്ടാണ് പൂജ കേത്കർ IASകാരിയായി മാറിയിരിക്കുന്നത്. ആ കഥയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അല്ല, ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. UPSCയിൽ അവർ OBC വിഭാഗത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. തെരഞ്ഞെടുത്ത ശേഷം വികലാംഗ സർട്ടിഫിക്കറ്റിനായുള്ള പരിശോധനയ്ക്കായി അദ്ദേഹത്തെ ഡൽഹി എയിംസിലേക്ക് വിളിക്കുന്നു. അതങ്ങനെയാണ്, നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായും പരിശോധിക്കപ്പെടും. ഇതൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ആണ്. പക്ഷെ അവർ മെഡിക്കൽ ടെസ്റ്റിന് സമ്മതിക്കുന്നില്ല. അവർ സൂചിയെ ഭയപ്പെട്ടതുകൊണ്ടല്ല. കാരണമായി അന്ന് പറഞ്ഞത് കോവിഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് പലർക്കും വലിയൊരു ഒഴിവ് കഴിവായി മാറിയിരിക്കുന്നു. ഒരു പ്രശ്നവുമില്ല, ആ സമയത്ത് സുരക്ഷിതമായി ഇരിക്കുന്നതാണ് നല്ലത് എന്ന് എയിംസും പറഞ്ഞു. അതേപോലെ എയിംസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്: നിങ്ങൾ ഒരു IAS ഉദ്യോഗസ്ഥയാകാൻ പോകുന്ന ആളാണ്, നിങ്ങൾ പറയുന്നത് കേൾക്കും, നിങ്ങൾക്ക് പിന്നീട് വരാം. എയിംസ് പിന്നീട് വീണ്ടും വിളിച്ചു, 5 തവണ വിളിച്ചു. എന്നാൽ 5 തവണയും പോകാൻ പൂജ കേത്കർ തയ്യാറായില്ല. കഥ അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതും. ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടൽ കൂടി പുറത്തു വന്നിരിക്കുന്നു. ഗേത്കർ ഒരു പ്രാദേശിക സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വ്യാജ വൈകല്യ പരിശോധനാ റിപ്പോർട്ട് ഉണ്ടാക്കി നൽകി. തുടർന്ന് അവർ ഒരു പ്രൊബേഷണറി ഓഫീസറായി പൂനെയിൽ ചേരുന്നു. ഒരു സ്വകാര്യ ആശുപത്രിയുടെ സർട്ടിഫിക്കറ്റിന് UPSCയിൽ എന്ത് വിലയുണ്ടാകും എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അപ്പോഴും അവർക്ക് പൂനെയിൽ ജോയിനിങ് ഓർഡറുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വീകരിക്കാൻ പാടില്ലാത്ത സർട്ടിഫിക്കറ്റ് ഒരു സൈഡിൽ നിൽക്കുന്നു, സർവീസിന് സാധ്യതയില്ലാത്ത പൂനെയും ഇവിടെ ചോദ്യമായിട്ട് തന്നെ നിൽക്കുന്നു. പടിപടിയായി നിയമങ്ങൾ എല്ലായിടത്തും കളിയാക്കപ്പെടുന്നു, നോക്കുകുത്തിയാവുന്നു. എല്ലാം പൂജ കേത്കറിന് അനുകൂലമായിട്ട് മാറുന്നു. വീണ്ടും ചില ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. UPSC തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടോ? നെപ്പോ സ്വാധീനമുണ്ടോ? മുഴുവൻ സംവിധാനവും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി ഈ മേഖലയിലേക്ക് വന്ന ഉദ്യോഗസ്ഥർ എന്ത് വിചാരിക്കണം? അതിനുവേണ്ടിയാണോ അവർ തെരഞ്ഞെടുക്കപ്പെട്ടത്? അതിനാൽ അവരും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമോ? ഒരു വ്യക്തി കള്ളം പറയുമ്പോൾ അത് മറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നുണ പറയുന്നത് ഒരു അടിപൊളി ഫാഷനായി മാറിയിട്ടുണ്ട്. ആളുകൾ ഈ വ്യവസ്ഥിതിയുടെ ഭാഗമായി അതിനെ ആസ്വദിക്കുന്നു. എന്നിട്ട് അത് തീൻമേശയിൽ ചർച്ച ചെയ്യുന്നു. ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന്റെ പരിമിതിയുള്ള OBC വിഭാഗത്തിൽ മാതാപിതാക്കളുടെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയാണ്. പൂജ ആ കാറ്റഗറിയിലാണ് സെലക്ട് ആവുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിലെ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനായി വിരമിച്ച പൂജയുടെ പപ്പ ദിലീപ് കേത്കർ
അദ്ദേഹത്തിന്റെ സ്വത്ത് 40 കോടിയാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പബ്ലിക്കായി പറഞ്ഞില്ലെങ്കിലും 40 കോടി ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. പ്രകാശ് അംബേദ്കറുടെ VBA പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം മത്സരിച്ചത്. അത് ഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കാണ്. അൺഒഫീഷ്യലായി അദ്ദേഹം എത്രത്തോളം സ്വത്ത് കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ അവിടെയും OBC ചട്ടങ്ങൾ തെറ്റിക്കപ്പെട്ടു. ശക്തമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് പൂജ കേത്കർ വരുന്നത്. അവർക്ക് വ്യവസ്ഥയെക്കുറിച്ചും വ്യവസ്ഥയെ എങ്ങനെ തകർക്കാമെന്നതിനെ കുറിച്ചും നല്ല രീതിയിൽ അറിയാം. പപ്പ ദിലീപ് കേത്കർ മലിനീകരണ വകുപ്പ് കമ്മീഷണറാണ് ഇപ്പോൾ. അവളുടെ മുത്തച്ഛൻ IAS ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മ ഒരു സർപഞ്ച് ആയിരുന്നു. ഒരു അഭിമുഖത്തിൽ തന്റെ അച്ഛൻ വിവാഹമോചനം നേടിയ ആളാണെന്നും താൻ അമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നതെന്നും അവർ പറഞ്ഞു. എന്നാൽ അത്തരത്തിലുള്ള വേർപിരിയിലൊന്നും ആളുടെ പപ്പ തന്റെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടില്ല. മോക്ക് ഇന്റർവ്യൂവിലെ പൂജയുടെ ഉത്തരങ്ങൾ ഓൺലൈനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പൂജ കേത്കറിനെ അസിസ്റ്റന്റ് കളക്ടറുടെ റോളിലാണ് വാശിമിലേക്ക് മാറ്റിയത്. ശിക്ഷ പോസ്റ്റിംഗ് ആണ്, എന്നാൽ കൂടുതൽ ശിക്ഷ ഉണ്ടാവേണ്ടതായിരുന്നു, എന്നാൽ ഇല്ല. ഇനി 3-4 ചോദ്യങ്ങളാണ്. ഈ മുഴുവൻ കേസിലും സർക്കാർ ഉത്തരം നൽകേണ്ട ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. അല്ലാത്ത പക്ഷം UPSC സിസ്റ്റത്തിൽ സംശയങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി IASകാരിൽ ഈ റെഡ് ബീക്കൺ ലൈറ്റ് സംസ്കാരം ഇപ്പോൾ വളരെ വ്യാപകമാണ്. പ്രൊബേഷണറി ഉദ്യോഗസ്ഥർക്ക് പോലും കാറ്, ലൈറ്റ്, സേവകൻ എന്നീ കാര്യങ്ങളിൽ ആവശ്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചും പരിശീലനത്തിൽ കാര്യമായിട്ട് തന്നെ ഉൾപ്പെടുത്തുക. പണവും IASും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. അവർ കരാറുകാരോട് ഫാൻസി നമ്പർ ചോദിക്കുന്നു. ഇതിനൊക്കെതിരെ അന്വേഷണം വേണം. മൂന്നാമതായി ലോകത്തെ ഏറ്റവും പ്രയാസമേറിയത് എന്ന് കരുതുന്ന UPSC പരീക്ഷയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ? കേത്കർ OBC അന്ധവിഭാഗത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ എന്നിവ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചോ? അവൾ മാത്രമാണോ ഇങ്ങനെ ചൂഷണം ചെയ്തത്, അതോ മറ്റാളുകളും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? നാലാമതായി UPSC IAS സംവിധാനങ്ങളെ അടിച്ചമർത്തുന്ന തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം ശക്തമാണോ? കേത്കറെ പോലെ വേറെയും ആളുകളുണ്ടോ? അഞ്ചാമതായി രക്ഷിതാക്കൾ കാരണം വരുന്ന നെപ്പോ IAS ഓഫീസർമാർ വേറെയും ഉണ്ടോ? ഒരു പ്രൊബേഷണറി ഓഫീസർക്ക് 2 വർഷമാണ് പരിശീലനം. എന്നാൽ പൂജ വന്ന ഉടനെ തന്നെ ലൈറ്റ്സ് ആൻഡ് സ്റ്റാഫിനെ ആവശ്യപ്പെടുകയാണ്. ഒരുപക്ഷെ മറ്റ് IAS ഉദ്യോഗസ്ഥരെ പോലെ പൂജ കേത്കറും റീലുകൾ നിർമ്മിക്കാൻ വേണ്ടിയായിരിക്കാം കളക്ടറായത്. UPSCക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പല വിദ്യാർത്ഥികളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. OBC പ്ലസ് ബ്ലൈൻഡ് കോട്ടയ്ക്കാണ് ഇവിടെ ദുരുപയോഗം ചെയ്യപ്പെട്ടത്. എന്താണ് കാര്യമെന്ന് അവരും ചിന്തിക്കും, ആശ്ചര്യപ്പെടും. സിസ്റ്റം മുഴുവൻ അഴിമതിയാണ്, സംവരണങ്ങൾ അഴിമതിയാണ്, സത്യസന്ധതയോട് യാതൊരുവിധ ബഹുമാനവുമില്ല. സർക്കാർ ഇക്കാര്യത്തിൽ ഗൗരവപരമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. OBC പ്ലസ് അന്ധവിഭാഗത്തിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ട് ഒരു പൂജ കേത്കർ മാത്രമല്ല, മുഴുവൻ സിസ്റ്റവും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. UPSC പൂർണ്ണമായും കഴിവില്ലാത്തവരുടെ സ്വാധീനത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നീറ്റിന് ശേഷം വീണ്ടും UPSCക്കെതിരായും UPSC മുദ്രാവാക്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പണവും IASകാരും തമ്മിലുള്ള ബന്ധത്തിൽ സർക്കാർ ഉടനെ ഒരു സർക്കാർ സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്തേണ്ടി വരും. അധികാര ദുർവിനിയോഗവും അഴിമതിയും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞ മോദിജി ഈ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ ഇതെങ്കിലും ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് അടുത്ത 5 വർഷത്തിനുള്ളിലെങ്കിലും ചെയ്യുക. സിസ്റ്റം വൃത്തിയാക്കപ്പെടേണ്ടതുണ്ട്. UPSCയിൽ അഴിമതി ഒഴിവാകണം. ചുവന്ന ബീക്കൺ ലൈറ്റ് സംസ്കാരം മാത്രമാവരുത് ഉദ്യോഗസ്ഥ സേവനം. രാജ്യത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ IASകാരെ പരിശീലിപ്പിക്കണം. ബാങ്ക് ബാലൻസ് കൂട്ടുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്താൽ പോരാ എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം UPSCയെ കുറിച്ചിട്ടും പൂജ കേത്കറെ കുറിച്ചിട്ടും ഈ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത വീഡിയോ വന്നിട്ടുണ്ട്. ഇതൊരു സീരീസ് ആയി തുടരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ UPSCയിലെ പല തട്ടിപ്പുകളും പുറത്തേക്ക് വരും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത സുരക്ഷിതമായിട്ടുള്ള ആ ഒരു ടേം പ്ലാനിനെ കുറിച്ചിട്ട് ഒന്നുകൂടി നോക്കാവുന്നതാണ്. 586 രൂപ പ്രതിമാസ അടവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 1 കോടി രൂപ വരെ 85 വയസ്സ് വരെ ലഭിക്കുന്ന ടേം പ്ലാനുകൾ. കൂടുതൽ ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാനായിട്ടുള്ള അവസരവുമുണ്ട്. നന്ദി.